ഹലോ. അങ്ങനെ നമ്മുടെ 23-ാമത്തെ ദിവസമാണ് കേട്ടോ തുടങ്ങുന്നത്. എന്നത്തെയും പോലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തൊരു സുഖമല്ലേ. അവിടെ രാവിലെ ആയാൽ എണീക്കാൻ മടിയാണ് കേട്ടോ, പക്ഷേ എണീറ്റേ ആവുള്ളൂ. ഇവിടെ ഉറങ്ങാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലും കുറേ നേരം ഉറങ്ങാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ. വെറുതെ ബെഡിൽ കിടന്ന് അങ്ങനെ ഇങ്ങനെയും കിടന്ന് സമയം കളയും. എന്തായാലും നേരത്തെ എണീറ്റ് കിച്ചണിലിട്ട് വന്നിട്ടോ, വിശന്നിട്ട് വയ്യ. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടിട്ട് ഇന്ന് വരെയും എൻ്റെ വീട്ടിൽ ചോറ് വയ്ക്കാറ് അച്ചമ്മയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അച്ചമ്മയുടെ അടുത്തൊരു അറ്റൻഡൻസ് ഇടാറുണ്ട്. അവിടെ വന്ന് ചോറായോ എന്ന് ഞാൻ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ചോറ് ആയോ, അതുപോലെ ഇന്ന് എന്താണ് കറി വയ്ക്കുന്നത്, എന്താണ് ഉപ്പേരി വയ്ക്കുന്നത്, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഞാനിങ്ങനെ എന്നും ചോദിക്കും കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ രാവിലത്തെ ഫുഡ് വയ്ക്കാനായാലും ഉച്ചത്തെ ഫുഡ് വയ്ക്കാനായാലും ഇപ്പോൾ ഇവൻ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും പിന്നെ ഓൾമോസ്റ്റ് രാത്രിയിലത്തെ എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ എൻ്റെ അച്ഛൻ തന്നെയാണ് വീട്ടിൽ കുക്ക് ചെയ്യാറുള്ളത്. എനിക്ക് അമ്മ വയ്ക്കുന്നേക്കാളും ചില കാര്യങ്ങൾ അച്ഛൻ വയ്ക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഓരോരുത്തരും വയ്ക്കുന്നതിന് അതിൻ്റേതായ രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ചില കാര്യങ്ങൾ വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്, അച്ഛൻ വയ്ക്കുന്നത് അതിലും ടേസ്റ്റാണ്, അച്ഛമ്മ വയ്ക്കുന്നതിന് അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ എണീറ്റ് ഒരു പണിയും ചെയ്യാതെ ഈവൻ ബ്രഷ് ചെയ്യാതെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഞാൻ. അങ്ങനെ കുറച്ച് നേരം വീട് ചുറ്റും കണ്ട്, ഒരു 4-5 മാസമായിട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് കുളിയും കാര്യങ്ങളൊക്കെ തീർത്തു. പിള്ളേർ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ക്രിസ്മസ് ട്രീ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് രണ്ടാളും. ഏകദേശം ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോൾ പിള്ളേരേനെയും എല്ലാവരും റെഡിയാക്കിയിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ റെഡിയായി. ഞങ്ങൾക്കിന്നൊരു ഗെറ്റ് ടുഗദർ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. ഞങ്ങളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുന്നത് അച്ചാച്ചന് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിള്ളേർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കാണാനോ കൊഞ്ചിക്കാനോ ഒന്നും കിട്ടില്ല എന്ന് പറയും രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൂടുതലും വീട്ടിൽ തന്നെ ഇരിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളത്. എപ്പോഴും പരാതി പറയും, വന്നു കഴിഞ്ഞാൽ കാണാൻ കൂടി കിട്ടില്ല, അങ്ങോട്ട് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കിട്ടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് സമയമൊക്കെ സംസാരിച്ച് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണല്ലോ എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല ഉഷാറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ആത്തച്ചക്ക കിട്ടി കേട്ടോ. ഇതിന് ആത്തച്ചക്ക എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാറുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇത് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ വരുമ്പോൾ എടുത്തിട്ട് വന്നതാണ്. വല്യമ്മയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറേ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവന്ന് തരും. പിന്നെ എല്ലാവരെയും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആകുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ പറ്റുക. അപ്പോൾ വരുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാനതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടിൽ ചൂട് കൂടുതലാണെന്ന് എനിക്കൊരു സംശയം തോന്നി കേട്ടോ. എന്തായാലും ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല ടയേർഡായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ടയേർഡായി പോണ പോലെ ഒരു തോന്നൽ. പിന്നെ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ചുണ്ട് കുറേ നേരം അതിങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നാളത്തെ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.
പാട് പാട്.